അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് 13 യൂണിറ്റ് നമുക്ക് കവർ ചെയ്യണം. അപ്പൊ അതിലെ ഫസ്റ്റ് യൂണിറ്റേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി നിരന്ന് കിടക്കാണ് 12 യൂണിറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലേക്ക് പോവാം. നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തത് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ്. വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. നമുക്കൊരു എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാം, ഷോർട്ട് എസ്സേയിൽ ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം. അപ്പൊ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും. വളരെ സിമ്പിൾ ആണ്, വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നേ ഞാൻ പറയുള്ളൂ. അപ്പൊ ഈ ഒരു ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പിരമിഡ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ഒരു പിക്ചർ ആയിട്ട് കൊടുക്കുക. ഇതേപോലെ പിരമിഡ് ആയിട്ടൊന്നും വരയ്ക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒരു ട്രയാങ്കിളിലെങ്കിലും ഇങ്ങനെ ഇതുപോലെ കൊടുത്തിട്ട് ഇവിടെ ഏറ്റവും താഴെ ലോവർ ലെവൽ ആയിരിക്കും, ഇവിടെ മിഡിൽ ലെവല്, ഇവിടെ ടോപ്പ് ലെവൽ. ഈ ഒരു രീതിയിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനെ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ക്ലിയർ ആവും. അതിന്റെ ഒരു ഓർഡർ ആണ്. ഏറ്റവും മുകളിൽ ഉണ്ടാവുക ടോപ്പ് ലെവൽ ആയിരിക്കും. ഈ ടോപ്പ് ലെവലിന്റെയും ലോവർ ലെവലിന്റെയും ഇടയിൽ ഉണ്ടാവുന്ന ആളുകളാണ് മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ലോവർ ലെവൽ ഉണ്ടായിരിക്കും, ഇതിന്റെ താഴെ ആയിരിക്കും വർക്കേഴ്സ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലെവൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓരോ ഓർഗനൈസേഷന്റെയും സ്ട്രക്ചറിനനുസരിച്ചിട്ടും അതിന്റെ നാച്ചുറിനനുസരിച്ചിട്ടൊക്കെ ലെവൽസിൽ മാറ്റം വരും. പക്ഷെ കോമൺ ആയിട്ട് ഏതൊരു ഓർഗനൈസേഷനകത്തും ഉണ്ടാവുന്ന 3 ലെവലാണ് ടോപ്പ് ലെവല്, മിഡിൽ ലെവല്, ലോവർ ലെവല് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അതിലെ ഓരോ ലെവലായിട്ട് പഠിക്കാം. അപ്പൊ ഒന്നാമത്തേതാണ് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ പേര് നോക്കി നോക്കൂ നിങ്ങള്, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. ടോപ്പ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഓർഗനൈസേഷനകത്ത് ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അത്തരത്തിലുള്ള ആളുകളായിരിക്കും നമ്മുടെ ഈ ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്സ് ഓർ മാനേജിംഗ് ഡയറക്ടർ. ആരൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? അപ്പൊ നിങ്ങൾ പലരും വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ആലോചിച്ചറിയാം. ഒരു ഓർഗനൈസേഷനെ നമ്മുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? നമ്മുടെ MD ഉണ്ടായിരിക്കും അല്ലെ, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും, മാനേജിംഗ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇവരൊക്കെയാണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഓർഗനൈസേഷനകത്ത് ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണ്. അപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്സ്, മാനേജിംഗ് ഡയറക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഒരു പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനകത്ത് ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ ഫിക്സ് ചെയ്യുക. അതാണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷന് മൊത്തത്തിൽ വേണ്ട, അപ്പൊ നമ്മളെ MD അല്ലേ, നമുക്ക് മൊത്തത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അപ്പൊ അത്തരത്തില് മൊത്തത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്സ്, മാനേജിംഗ് ഡയറക്ടേഴ്സ് ഒക്കെ ആയിരിക്കും ടോപ്പ് ലെവൽ മാനേജ്മെന്റിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, ദേ ഫിക്സ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ചെയ്യുന്നവരായിരിക്കും നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇവരായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ അതോറിറ്റി എന്ന് പറയുന്നത്. ഇവരുടെ മുകളിൽ ആരും ഉണ്ടാവില്ല. അപ്പൊ അതാണ് ടോപ്പ് ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ടോപ്പാണ് നമ്മുടെ ഓർഗനൈസേഷനകത്ത് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആളുകളാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ടോപ്പ് ലെവൽ ആണെങ്കിൽ ആ ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുക. ദെൻ നമ്മൾ അവരുടെ റോള് പറയാം. ഈ 2 കാര്യങ്ങൾ എഴുതിയാൽ മതി. ഒന്ന് ടോപ്പ് ലെവൽ ആരാന്ന് പറയാം, ദെൻ അവരുടെ റോള് പറയാം. റോൾ എന്ന് പറയുമ്പോൾ നമ്മൾ മീനിങ്ങിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സും പോളിസീസും ഒക്കെ എന്ത് ചെയ്യുക, ലേസ് ഡൗൺ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ എന്റർപ്രൈസിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാൻസും പോളിസീസും ഒക്കെ പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ മിഡിൽ ലെവൽ താഴെ വരുന്ന, അപ്പൊ നമ്മൾ പറഞ്ഞു 3 ലെവലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ താഴത്തുള്ള 2 ലെവൽസിലുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അകത്തുള്ള ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മുഖ്യ പങ്ക് വഹിക്കുന്ന ആളുകളാണ് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള അപ്പെക്സ് അതോറിറ്റിയാണ് MD, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ ആയിരിക്കും അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ അവരുടെ റോൾസ് എന്താന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്തത് നമ്മുടെ 2ാമത്തെ ലെവൽ എന്ന് പറയുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ എന്ത് ചെയ്യാ, ചിലരൊക്കെ AC ഒക്കെ ഇട്ടിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലെ, ചൂട് കാരണം. അപ്പൊ ചിലപ്പോൾ തണുപ്പാവും, ചിലപ്പോൾ ചൂടാവും. അങ്ങനെ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഞാൻ എന്തിനാ ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നുമില്ല, എല്ലാരും ഇവിടെ തന്നെ അല്ലേ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ.
ഓക്കെ അല്ലേ എല്ലാവരും? ചൂടൊക്കെ ഉണ്ടോ നിങ്ങളുടെ അവിടെ? മഴയൊക്കെ ഉണ്ടോ? ചൂടാണോ? ഉച്ച സമയാണല്ലോ. ഉണ്ട് അല്ലേ? ഓക്കെ. മിഥുന പറയുന്നുണ്ട് ഉണ്ട് എന്നുള്ളത്. ചൂട് കൂടുമ്പോ എന്ത് ചെയ്താൽ മതി? ഫാനൊക്കെ കൂട്ടുക, തണുപ്പ് വരുമ്പോഴോ എ സി ഒക്കെ കുറയ്ക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ രണ്ടാമത്തെ ലെവലിലേക്ക് നമുക്ക് കടക്കാം. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ടോപ്പ് ലെവൽ പറഞ്ഞു കഴിഞ്ഞു. ടോപ്പ് ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ലെവലാണ് ഏത് എന്ന് പറയുന്നത്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ വരച്ച ട്രയാങ്കുലറിനകത്ത് വരുന്ന മൂന്നാമത്തത് നടുവിലുള്ളതാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെക്കുക. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഇവർ മിഡിലുള്ള ആളുകളാണ്. അപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെയും ലോവർ ലെവൽ മാനേജ്മെന്റിന്റെയും ഇടയിലുള്ള ഇന്റർമീഡിയറീസ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് മാനേജ്മെന്റ് ആൻഡ് ലോവർ മാനേജ്മെന്റ്. നമ്മുടെ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ടോപ്പ് മാനേജ്മെന്റിന്റെയും അതേപോലെ തന്നെ ലോവർ മാനേജ്മെന്റിന്റെയും ഇടയിലുള്ള ഒരു ലിങ്ക് ആണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്. ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റിനകത്ത് ആരായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക? ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ആയിരിക്കും. എന്ത് ചെയ്യും? ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആയിരിക്കും നമ്മുടെ ഈ ഒരു മിഡിൽ ലെവൽ മാനേജ്മെന്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ടോപ്പ് മാനേജ്മെന്റ്. ടോപ്പ് മാനേജ്മെന്റിനോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളാണ് ആര് എന്ന് പറയുന്നത്? നമ്മുടെ മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെയും ലോവർ ലെവൽ മാനേജ്മെന്റിന്റെയും ഇടയിൽ വരുന്ന ടീമാണ് നമ്മുടെ മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവരുടെ പരിപാടി എന്താന്ന് വെച്ചാൽ അവർ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക ഡിപ്പാർട്ട്മെന്റൽ ഹെഡുകളായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു ടോപ്പ് ലെവൽ മാനേജ്മെന്റിനകത്ത് മാനേജിംഗ് ഡയറക്ടേഴ്സും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും ഒക്കെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതേപോലെ മിഡിൽ ലെവൽ ആവുന്ന സമയത്ത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആളുകളാണ് ആര് എന്ന് പറയുന്നത്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ടോപ്പ് മാനേജ്മെന്റിനോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, അവരുടെ ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ ഡിപ്പാർട്ട്മെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ മെയിൻ ആയിട്ടുള്ള റോളുകൾ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദേ എക്സിക്യൂട്ട് ദ പ്ലാൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പോളിസീസ് ഓഫ് ദ ടോപ്പ് മാനേജ്മെന്റ്. എന്താ പറയണത്? എന്താണ് ചാറ്റ് ബോക്സിൽ എന്താ പറയുന്നത്? ഇവിടെ മഴയാണ് എന്ന് പറയുന്നുണ്ട്. ഷഹീൻ പറയുന്നുണ്ട് അവിടെ മഴയാണ്. അപ്പൊ മഴയായിരിക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും അല്ലെ? എവിടെയും എനിക്ക് നല്ല തണുപ്പാണ് കേട്ടോ. അപ്പൊ കുഴപ്പമൊന്നുമില്ല, നല്ല തണുപ്പായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ റോളാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. റോൾ ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് എന്താ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്? ദേ എക്സിക്യൂട്ട് ദ പ്ലാൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പോളിസീസ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ്. എന്താണ്? ടോപ്പ് മാനേജ്മെന്റിന്റെ പോളിസീസ് പ്രകാരം എന്ത് ചെയ്യുക? നമ്മുടെ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് ദേ എക്സ്പ്ലെയിൻ പോളിസീസ് ഫ്രം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ടു ലോവർ ലെവൽ. എന്താണ്? പോളിസീസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇവരാണ് മെയിൻ ആൾക്കാർ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഒരു ഹെഡ് ഉണ്ടാവില്ലേ? അവരായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കി തരുന്ന ആളുകളായിരിക്കും ആരെന്ന് പറയുന്നത്? നമ്മുടെ ഒരു മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നടുകിൽ നിൽക്കുന്ന ആളുകളാണ്, ലിങ്ക് ചെയ്യുന്ന ആളുകളാണ് ഇവരെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്തുള്ള ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ സെൻഡ് ചെയ്യുക, അതേപോലെ ജൂനിയർ മാനേജേഴ്സിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? നമ്മളിവിടെ മെയിൻ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ എന്തെന്ന് പറയുന്നത്? റോൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ലെവൽ മാനേജ്മെന്റ് ആണ് ആരെന്ന് പറയുന്നത്? ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവരെ നമ്മൾ എന്തെന്ന് പറയാറുണ്ട് എന്നറിയോ? ഇവരെ നമ്മൾ സൂപ്പർവൈസറി ലെവൽ ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് ലെവൽ ഓഫ് മാനേജ്മെന്റ് എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇവരെ നമ്മൾ പറയാറുണ്ട് കേട്ടോ. അപ്പൊ മിഡിൽ ലെവൽ മാനേജ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ലോവർ ലെവൽ മാനേജ്മെന്റ് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ സൂപ്പർവൈസറി ലെവൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയാറുണ്ട്. നമുക്ക് വൺ വേർഡിന് വിചാരിക്കുക സൂപ്പർവൈസേഴ്സ്, അതേപോലെ സെയിൽസ് ഓഫീസേഴ്സ്, അതേപോലെ തന്നെ അക്കൗണ്ടിങ് ഓഫീസേഴ്സ് ആയിരിക്കും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
അവര് നമ്മുടെ വർക്കേഴ്സുമായിട്ട് ക്ലോസ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവർ നമ്മുടെ വർക്കേഴ്സുമായിട്ട് കൂടുതലായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളായിരിക്കും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇതിനകത്ത് ആരുണ്ട്, ലോവർ ലെവൽ മാനേജ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ താഴത്ത് വർക്കേഴ്സ് ഉണ്ട്. അപ്പൊ ഇവര് തമ്മിൽ നല്ല സിങ്ക് ആയിരിക്കും. ലോവർ ലെവൽ മാനേജേഴ്സും വർക്കേഴ്സും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കും. അപ്പൊ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, വർക്കേഴ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ലോവർ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. ദേ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. മിഡിൽ ലെവൽ മാനേജ്മെന്റും വർക്കേഴ്സിന്റെയും ഇടയിലുള്ള ലിങ്ക് ആണ് ആര് എന്ന് പറയുന്നത്, നമ്മുടെ ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ സൂപ്പർവൈസറി ലെവൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയാറുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഇവര് വർക്കേഴ്സുമായിട്ട് ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളായിരിക്കും, ലിങ്ക് ആയിരിക്കും. നമ്മുടെ മിഡിൽ ലെവൽ മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിരിക്കും ആര് എന്ന് പറയുന്നത്, നമ്മുടെ ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് നമ്മുടെ ലോവർ ലെവൽ മാനേജ്മെന്റിന്റെ റോൾ എന്ന് പറയുന്നത്? ഒന്നുമില്ല, നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ റോൾ എന്ന് പറയുന്നത്. ഒന്നാമത്തത്, വേരിയസ് ആയിട്ടുള്ള വർക്കേഴ്സിന് എന്ത് ചെയ്യുക, ജോബും ടാസ്കുകളൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ വർക്കേഴ്സിന് ഉണ്ടാവുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനോട് പറയുക, അവർക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ വർക്കേഴ്സിന്റെ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പൊ അവർക്ക് ഇൻസെന്റീവ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനോട് വർക്കേഴ്സിനെ കുറിച്ചിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ലോവർ ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ഓർഗനൈസേഷനകത്ത് ഡിസിപ്ലിൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ ഡിസിപ്ലിൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഇവരുടെ എന്ത് എന്ന് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് എന്ന് പറയുന്നത്, റോൾ ഓഫ് ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ലെവൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെരി 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 ഇമ്പോർട്ടന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെവൽ എടുത്തിട്ട് നമ്മളെടുത്ത് ഷോർട്ട് എസ് ആയിട്ട് ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ 2 മാർക്കിനോ എങ്ങനെയെങ്കിലും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോവാ കേട്ടോ. അപ്പൊ അതാണ് നമുക്ക് ലെവൽസ് ഓഫ് മാനേജ്മെന്റിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? പറഞ്ഞേ, ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. അപ്പോ അവിടെ നമുക്ക് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണ് അല്ലെ? അപ്പോൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് എന്ന് പറയുന്ന അടുത്തൊരു ടോപ്പിക്കാണ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ, ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മാനേജ്മെന്റ് തോട്ട് ഇവല്യൂവ് ചെയ്ത് വന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ഇവല്യൂഷൻ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ മാനേജ്മെന്റ് തോട്ടിന്റെ ഇവല്യൂഷനെ നമ്മൾ 3 ബ്രോഡ് കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ അതിലെ ഒന്ന് ക്ലാസിക്കൽ അപ്രോച്ച്, രണ്ടാമത്തത് നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, മൂന്നാമത്തത് മോഡേൺ അപ്രോച്ച്. ഇങ്ങനെ 3 രീതികളിലാണ്, 3 ബേസിൽ അല്ലെങ്കിൽ 3 രീതികളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസിക്കൽ അപ്രോച്ച് ആണ്. ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് സയന്റിഫിക് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്, ഈ 3 മാനേജ്മെന്റുകളാണ് ക്ലാസിക്കൽ അപ്രോച്ചിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് ആണ്. അതിനകത്ത് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, അതേപോലെ തന്നെ ബിഹേവിയറൽ അപ്രോച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മോഡേൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് കണ്ടംപററി അപ്രോച്ച്, ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച്, കണ്ടിജൻസി അപ്രോച്ച്, ഇത്രയും അപ്രോച്ചുകളാണ് മോഡേണിനകത്ത് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മാനേജ്മെന്റ് തോട്ടിന്റെ ഇവല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇവല്യൂഷൻ എന്ന് പറയുമ്പോൾ, ഇപ്പോ നമ്മൾ പറയാറുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ഇവല്യൂവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള മാനേജ്മെന്റിന്റെ തോട്ടുകളോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒന്നും ആയിരുന്നില്ല ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. നമ്മൾ ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് മാറ്റി മാറ്റി കൊണ്ടുവന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാനേജ്മെന്റ് തോട്ട് ഇന്ന് കാണുന്ന രീതിയിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മാനേജ്മെന്റ് തോട്ടുകൾ ഇവല്യൂവ് ചെയ്ത് വന്നിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. എല്ലാവരും റെഡി അല്ലേ നോക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ അതിൽ ഞാൻ പറഞ്ഞു നമ്മൾ 3 ബ്രോഡ് കാറ്റഗറി, 3 ബ്രോഡ് അപ്രോച്ചുകളായിട്ടാണ് നമ്മൾ പറയണത് എന്ന് പറഞ്ഞു. ക്ലാസിക്കൽ അപ്രോച്ച്, നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, അതേപോലെ തന്നെ നമ്മുടെ മോഡേൺ അപ്രോച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിലെ ഫസ്റ്റ് വൺ ആണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നതാണ്. നമ്മുടെ ആദ്യത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ഏതാണ്, ക്ലാസിക്കൽ അപ്രോച്ച് ആണ്. അപ്പൊ എന്താണ് ക്ലാസിക്കൽ അപ്രോച്ച് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കി നോക്കാം കേട്ടോ. അപ്പൊ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ
അതിനകത്ത് പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് അപ്രോച്ചസ് ഓഫ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിനകത്തുള്ള ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ മെയിൻ ആയിട്ട് എംപിരിക്കൽ അപ്രോച്ച്, ഫങ്ഷണൽ അപ്രോച്ച്, ക്ലാസിക്കൽ അപ്രോച്ച്, ഇങ്ങനെ 3 പേരുകൾ നമ്മൾ അറിയപ്പെടാറുണ്ട്. ഏതൊക്കെയാണ്? ക്ലാസിക്കൽ അപ്രോച്ച്, എംപിരിക്കൽ അപ്രോച്ച്, ഫങ്ഷണൽ അപ്രോച്ച്. ഈ 3 രീതികളിലും എന്ത് ചെയ്യാറുണ്ട്? ക്ലാസിക്കൽ അപ്രോച്ച് അറിയപ്പെടാറുണ്ട്. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മാനേജ്മെന്റിനകത്ത് ശരിക്കും ചെയ്യുന്നത് എംപ്ലോയീസിന്റെ സക്സസിനെ കുറിച്ചിട്ടും ഫെയിലിയറിനെ കുറിച്ചിട്ടും പഠിക്കുന്നതാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്നാണ് ക്ലാസിക്കൽ അപ്രോച്ചിനകത്ത് ചിന്തകർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു മാനേജർ എന്ന് പറയുമ്പോൾ അയാൾക്ക് എപ്പോഴും സക്സസ് മാത്രമാണ് ഉണ്ടാവുക? അല്ല അല്ലെ. അതേപോലെ എപ്പോഴും ഫെയിലിയർ മാത്രമാണ് ഉണ്ടാവുക? അല്ല അല്ലെ. അവർക്ക് സക്സസ് ഉണ്ടാവും, ഫെയിലിയർ ഉണ്ടാവും. അപ്പൊ ഈ 2 കാര്യങ്ങളും പഠിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവർ സക്സസിനെ ഡീൽ ചെയ്തത്, എങ്ങനെയാണ് മാനേജേഴ്സ് ഫെയിലിയേഴ്സ് വന്നപ്പോൾ ഡീൽ ചെയ്തത് എന്നുള്ളത് ഓരോ എംപ്ലോയീസിനും മനസ്സിലാവണം. അപ്പൊ ക്ലാസിക്കൽ അപ്രോച്ചിലുള്ള ആളുകൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഓൾ സക്സസ് ആൻഡ് ഫെയിലിയർ ഓഫ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ സക്സസിനെ കുറിച്ചിട്ടും ഫെയിലിയറിനെ കുറിച്ചിട്ടും പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ക്ലാസിക്കൽ അപ്രോച്ചുകാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ക്ലാസിക്കൽ അപ്രോച്ചിനകത്ത് വരുന്ന 3 മെയിൻ ആയിട്ട് വരുന്ന മാനേജ്മെന്റ് ഉണ്ട്. അതാണ് സയന്റിഫിക് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസിക്കൽ അപ്രോച്ചിനകത്ത് തന്നെ വരുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ബാസ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ബാസ് എന്ന് പറയുമ്പോൾ എന്താ? ബി എന്ന് പറയുമ്പോൾ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്, എ എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, എസ് എന്ന് പറയുമ്പോൾ സയന്റിഫിക് മാനേജ്മെന്റ്. അപ്പൊ ബാസ് എന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. അല്ലാതെ എങ്ങനെയാ ഇപ്പൊ ഇതൊക്കെ പാടെ നമ്മൾ കാണാതെ പഠിക്കുക? അപ്പൊ ഇങ്ങനെയുള്ള കോഡൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പിന്നെ കോഡ് എന്താന്ന് ആലോചിച്ചിരിക്കരുത് കേട്ടോ എക്സാം ഹാളിൽ, അങ്ങനെയുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു എന്താ ക്ലാസിക്കൽ അപ്രോച്ചിനകത്ത് വരുന്ന 3 മാനേജ്മെന്റുകളാണ് സയന്റിഫിക് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് 1 ആണ് എന്തെന്ന് പറയുന്നത്? സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ്? എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ അപ്ലിക്കേഷൻ ഓഫ് സയൻസ് ടു മാനേജ്മെന്റ് പ്രാക്ടീസസ്. നോക്കിക്കേ, എന്താണ് അവിടെ പേര് എന്ന് പറയുന്നത് തന്നെ? എന്താ? സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാലേ, ഈ മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേകത, മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പേരുണ്ടല്ലോ. നമ്മൾ ഓരോ കാര്യങ്ങൾ ആ ടോപ്പിക്കിന്റെ പേര് അത് നിങ്ങൾ നല്ലോണം ഒന്ന് നോക്കണം കേട്ടോ. ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ, സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. അപ്പോൾ മാനേജ്മെന്റ് ഓൾറെഡി നമുക്ക് എന്താണെന്ന് അറിയാം, പ്ലസ് എന്താണ് പറയേണ്ടത്? സയന്റിഫിക് പറയുന്നുണ്ട്. അതായത് നമ്മൾ സയന്റിഫിക് ആയ രീതിയിൽ എന്ത് ചെയ്യുക? മാനേജ്മെന്റ് പ്രാക്ടീസസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പറയാം മാനേജ്മെന്റ് പ്രാക്ടീസസിനകത്ത് നമ്മുടെ സയൻസിന്റെ അപ്ലിക്കേഷൻ ആണ് നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ, നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രാക്ടീസസ് ഒക്കെ മാറ്റിക്കൊണ്ട് സയന്റിഫിക് ആയ മെത്തേഡുകൾ നമ്മൾ മാനേജ്മെന്റിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സയന്റിഫിക് മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദ അപ്ലിക്കേഷൻ ഓഫ് സയൻസ് ടു മാനേജ്മെന്റ് പ്രാക്ടീസസ്. മാനേജ്മെന്റ് പ്രാക്ടീസസുകളിലേക്ക് സയൻസിന്റെ അപ്ലിക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സയന്റിഫിക് മാനേജ്മെന്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ അതേപോലെ തന്നെ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ എന്ന് നമ്മൾ അറിയപ്പെടുന്നത് FW ടൈലറെയാണ്. ആരെയാണ്? അത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ BBA എക്സാമിന് വേറെ ഏതോ ഒരു ഫാദറിനെ ചോദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, സയന്റിഫിക് അല്ല. അപ്പോൾ എന്തായാലും സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ ആരാന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ മാത്രമല്ല, അപ്പൊ നമ്മൾ ഫ്യൂച്ചറിൽ നെറ്റോ സെറ്റോ അങ്ങനെ ഏത് എക്സാം എഴുതുമ്പോഴും കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആരാണ് സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ എന്ന് പറയുന്നത്. FW ടൈലറെയാണ് നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ടൈലർ എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഏതാണ്? ടി അല്ലേ? ടൈലറിനകത്തുള്ള ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ടി ആണ് അല്ലെ? നമ്മുടെ ഇതിന്റെ ഫാദർ ആണ്, സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആണ്. സയന്റിഫിക് മാനേജ്മെന്റ് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? S ആണ് അല്ലെ? ABCD ഒക്കെ എല്ലാവർക്കും അറിയില്ലേ? ആൽഫബറ്റ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, എങ്ങനെയാണ് ABCD കഴിഞ്ഞിട്ട് PQRST. ST ആണ് അടുത്തടുത്ത് അല്ലെ? അപ്പൊ S എന്ന് പറയുമ്പോൾ സയന്റിഫിക് മാനേജ്മെന്റ്. എസിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഏതാ? ടി അല്ലേ? ടി എന്ന് പറയുമ്പോൾ ആരാ? ടൈലർ ആണ്. അപ്പോ സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ എന്ന് പറയുന്നത് ആരാണ്?
ടൈലർ ആണ്. അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഫാദറിനെ ഇവിടെ പഠിക്കാനുണ്ട്. അപ്പൊ ആര് അല്ലെങ്കിൽ ഏതിന്റെ ഫാദർ ആണെന്നുള്ളത് ഡൗട്ട് വരരുത്. അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ എസ് ആലോചിച്ച് വെക്കുക. തൊട്ടടുത്ത് നിൽക്കുന്നത് ടി ആണ്. ടി എന്ന് പറയുമ്പോൾ ടൈലർ. അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് ഫാദർ എന്ന് പറയുമ്പോൾ ആരാണ്? ടൈലർ ആണ് എന്നുള്ളത് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സയന്റിഫിക് മാനേജ്മെന്റ് ആയിരുന്നു. സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റിനകത്ത് നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള അപ്ലിക്കേഷൻ, സയൻസിന്റെ അപ്ലിക്കേഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ വേരിയസ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ. മെയിൻ ആയിട്ട് നമുക്ക് 7 പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ BBA ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ മേ ബി റിപ്പീറ്റ് ചെയ്ത് വരാം, അല്ലെങ്കിൽ ചോദിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കി നോക്കുക. ചിലപ്പോൾ അവർക്ക് ഷോർട്ടസ്റ്റ് ആയിട്ടാണ് എന്തോ ചോദിച്ചത് തോന്നുന്നു. നിങ്ങൾക്ക് essay ആയിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ പ്രിൻസിപ്പിൾസ് ഒന്ന് പറഞ്ഞു പോവാം. ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റീപ്ലേസിംഗ് റൂൾ ഓഫ് തമ്പ് വിത്ത് സയൻസ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിളിനകത്ത് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ച് വന്നിരുന്ന രീതികളെ മാറ്റിമറിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള രീതികളിൽ എന്ത് ചെയ്യുക, നമ്മൾ സയന്റിഫിക് ആയ രീതികളിൽ മാനേജ്മെന്റ് പ്രാക്ടീസസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? റീപ്ലേസിംഗ് റൂൾ ഓഫ് തമ്പ് വിത്ത് സയൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ആ ഒരു രീതികളൊക്കെ മാറ്റിക്കൊണ്ട് സ്റ്റാൻഡേർഡൈസേഷൻ, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് ഓഫ് പേയ്മെന്റ് മുതലായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുക. അതാണ് റീപ്ലേസിംഗ് റൂൾ ഓഫ് തമ്പ് വിത്ത് സയൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിലുള്ള കോഓപ്പറേഷൻ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവർ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തെടുക്കുക. നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം എന്നുള്ളതാണ്. കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം എന്ന് പറയുമ്പോൾ ഇവിടെ പറയണത് നമ്മുടെ എംപ്ലോയീസും അതേപോലെ തന്നെ നമ്മുടെ എന്താണ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. കിട്ടണില്ലേ? ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് നാജിയ. ഇപ്പൊ പറഞ്ഞതാണോ? ഞാൻ ശ്രദ്ധിച്ചത് ഇപ്പോഴാണ്. ഓക്കെ ആണല്ലോ അല്ലെ? കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞെല്ലാരും? ഇവിടെ ഓക്കെ ആണ്. നിങ്ങൾക്ക് അവിടെ ഓക്കെ ആണോ? ഓക്കെ ആണ് കേട്ടോ. നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നാജിയ ഒന്നുകൂടെ നോക്കി നോക്കൂ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് സയന്റിഫിക് മാനേജ്മെന്റിന് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾസ് ആയിരുന്നു അല്ലെ? അപ്പൊ അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് വർക്കർ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം നമ്മൾ പറഞ്ഞില്ല. അടുത്തത് കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം ആണ് കേട്ടോ. കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം എന്ന് പറയുമ്പോൾ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള നല്ല രീതിയിലുള്ള ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു എഫേർട്ടിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസത്തിനകത്ത് പറയുന്നത്. അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് വർക്കർ ആണ്. അതായത് ഓരോ വർക്കറെയും നമ്മൾ സയന്റിഫിക്കലി സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തുകൊണ്ട് ഓരോ വർക്കറുടെയും ഡെവലപ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, ഇപ്പൊ ഓക്കെ ആണ് പറയുന്നുണ്ട്. ഓക്കെ കേട്ടോ. അപ്പോൾ എന്താണ്, അവരുടെ ഓരോ വർക്കേഴ്സിനെയും നമ്മൾ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തുകൊണ്ട് അവരുടെ ഡെവലപ്മെന്റ് കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ ഒരു ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് വർക്കറിനകത്ത് പറയണത് കേട്ടോ. പിന്നെ അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വർക്ക് ആണ്. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനകത്ത് നടത്തുന്ന ഓപ്പറേഷൻസിനകത്ത് ഒരു യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളായിക്കോട്ടെ, പ്രോസസ്സുകളായിക്കോട്ടെ, വർക്ക് ടാസ്കുകളായിക്കോട്ടെ, അതിനൊക്കെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. ദെൻ അടുത്തത് ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. അവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഒരേ ആളെ കൊണ്ട് തന്നെ എല്ലാ പ്രവർത്തികളും ചെയ്യിപ്പിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, വർക്കിനെ വേരിയസ് ആയിട്ടുള്ള ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ഭാഗങ്ങൾ അലോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നീട് അടുത്തത് മാക്സിമം ഔട്ട്പുട്ട് നോട്ട് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വർക്കിനെ കുറിച്ചിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയും അനാലിസിസും നടത്തിക്കൊണ്ട്
എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വേരിയസ് ആയിട്ടുള്ള സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ റീപ്ലേസിംഗ് റൂൾ ഓഫ് തമ്പ് വിത്ത് സയൻസ്, നമ്മൾ പണ്ട് ഉപയോഗിച്ചൊക്കെ മാറ്റിയിട്ട് പുതിയ സ്റ്റാൻഡർഡൈസേഷൻ രീതികൾ കൊണ്ടുവരിക. ഹാർമണി നോട്ട് ഡിസ്കോർഡ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിലുള്ള ഒരു കോപ്പറേഷൻ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അതേപോലെ എല്ലാവരും തമ്മിലുള്ള ഒരു ഇൻഡിവിജ്വലിസം മാറ്റിക്കൊണ്ട് ഒരു കോപ്പറേഷൻ കൊണ്ടുവരിക. ഈച്ച് വർക്കറുടെ ഡെവലപ്മെന്റ്, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വർക്ക് കൊണ്ടുവരിക, ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി, മാക്സിമം ഔട്ട്പുട്ട്, നോട്ട് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട്. ഇതാണ് നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞത്. അപ്പൊ ക്ലാസിക്കൽ അപ്രോച്ചിനകത്ത് വരുന്ന ഒന്നാമത്തേതായിരുന്നു നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ administrative management refers to the process of planning, organizing, coordinating and controlling administrative activities within an organization to achieve specific objectives effectively and efficiently. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസിനകത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് എന്തിനുള്ള പ്രോസസ്സാണ്, പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. എന്തിനുള്ള കാര്യങ്ങളാണ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസിന്റെ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും കോർഡിനേറ്റിംഗും കാര്യങ്ങളൊക്കെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഏതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്. ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് മാക്സ് വെബർ ആണ് കേട്ടോ. മാക്സ് വെബർ ആണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഓർഗനൈസേഷൻ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആക്കിയിട്ട് മാറ്റുക, അതേപോലെ നമ്മുടെ ഓർഗനൈസേഷനകത്ത് ഒരു ഫോർമലൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് കൊണ്ടുവരിക, നല്ല രീതിയിലുള്ള ഒരു ക്ലിയർ ഹയറാർക്കി കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിനകത്ത് ഉള്ളത്. അപ്പോൾ ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഫോർമലൈസ്ഡ് പ്രൊസീജിയേഴ്സും ക്ലിയർ ഹയറാർക്കിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളുടെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റിനകത്ത് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഒന്നാമത്തെ നമ്മുടെ എന്തിൽ പറയുന്നത്, ക്ലാസിക്കൽ അപ്രോച്ചിനകത്ത് പറയുന്നത്. അപ്പൊ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ 3 കാര്യങ്ങൾ വരുന്നുണ്ട്, സയന്റിഫിക് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നിയോ ക്ലാസിക്കൽ അപ്രോച്ച് ആണ് നമുക്ക് അടുത്തതായിട്ട് വരുന്നത്. നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വർക്കേഴ്സിനെ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നമ്മൾ വെറും വർക്ക് മാത്രമല്ല, വർക്കേഴ്സിനെ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് അവരുടെ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്റ്റിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അപ്രോച്ചാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓർഗനൈസേഷനെ ഒരു സോഷ്യൽ സിസ്റ്റം ആയിട്ടാണ് കണക്കാക്കുന്നത്. ആ സോഷ്യൽ സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആയിട്ടാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസിനെ കണക്കാക്കുന്നത്. അപ്പൊ നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഓർഗനൈസേഷൻ നമ്മളൊരു സോഷ്യൽ സിസ്റ്റം ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹ്യൂമൻ ഫാക്ടർ ആണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വർക്കേഴ്സിന്റെ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ നിയോ ക്ലാസിക്കൽ അപ്രോച്ചിനകത്ത് വരുന്ന ഒരു അപ്രോച്ചാണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ആ പേര് നോക്കി നോക്കൂ, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ആണ്. അതായത് വർക്കേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ഇൻഫോർമൽ വർക്ക് പ്ലേസ് ഓർഗനൈസേഷൻ, അതൊക്കെ അവരുടെ പ്രൊഡക്ടിവിറ്റിനെ എന്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഒരു എംപ്ലോയിനെ ഹാപ്പി ആക്കി നിർത്താൻ പറ്റുമോ അത്രത്തോളം ആ എംപ്ലോയിക്ക് നല്ല രീതിയിൽ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അവരെ ഹാപ്പി ആക്കിയിട്ട് നിർത്തുക എന്നുള്ളതാണ് ഈ ഒരു ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിനകത്ത് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുന്നത്. പിന്നീട് വരുന്നത് ബിഹേവിയറൽ അപ്രോച്ച് ആണ്. ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, നമ്മുടെ ബിഹേവിയറൽ അപ്രോച്ചിനകത്ത് നമ്മൾ അവരുടെ ബിഹേവിയറിൽ കൂടുതലായിട്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ മാനേജേഴ്സിനെ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് ബിഹേവിയറൽ അപ്രോച്ചിനകത്ത്. നമ്മുടെ ഓർഗനൈസേഷനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ അവരുടെ ഐഡിയാസ് ഒക്കെ ക്ലാസിക്കൽ അപ്രോച്ച് ഫെയിൽഡ് ആയതിനെ തുടർന്നിട്ടാണ് ഈ ഒരു ബിഹേവിയറൽ അപ്രോച്ച് വന്നിട്ടുള്ളത്. അപ്പൊ അവരുടെ ബിഹേവിയറിലുള്ള ഇത് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. അപ്പൊ ക്ലാസിക്കൽ അപ്രോച്ച് കഴിഞ്ഞു, നിയോ ക്ലാസിക്കൽ അപ്രോച്ച് കഴിഞ്ഞു. അടുത്തതാണ് മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്നത്. മോഡേൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് മോഡേൺ ആയിട്ടുള്ള അപ്രോച്ചുകളാണ്. കണ്ടംപററി, ക്വാണ്ടിറ്റേറ്റീവ്, സിസ്റ്റം, കണ്ടിജൻസി, ഇങ്ങനെ 4 വരുന്നത്. കണ്ടംപററി എന്ന് പറയുമ്പോൾ
നമ്മുടെ മാനേജ്മെന്റിനകത്ത്. കണ്ടംപററി എന്ന് പറയുമ്പോൾ തന്നെ എന്താ, ന്യൂ അല്ലെങ്കിൽ റീസെന്റ് അല്ലെങ്കിൽ കറന്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മാനേജ്മെന്റിന്റെ ഫീൽഡിൽ ന്യൂ ആയിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള ഒന്നാണ് കണ്ടംപററി അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടംപററി അപ്രോച്ച് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുന്നത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയുടെ നീഡ്, അതേപോലെ തന്നെ പുതുതായിട്ട് ഇന്നോവേഷൻസ് കൊണ്ടുവരേണ്ടതിന്, സ്ട്രാറ്റജിക് തിങ്കിങ്ങിനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടംപററി അപ്രോച്ചിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മാനേജ്മെന്റിനകത്ത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഫോർമുലാസും സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലാസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മാനേജ്മെന്റിന്റെ വേരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കാണുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ സിസ്റ്റം അപ്രോച്ച് ആണ്. സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനെ മൊത്തത്തിൽ ഒരു സിസ്റ്റം ആയിട്ടാണ് ആ അപ്രോച്ചിനകത്ത് കാണുന്നത്. ആ സിസ്റ്റത്തിനകത്ത് വേരിയസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ ഓർഗനൈസേഷനകത്ത് വേരിയസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. സോ ഓരോ ഡിപ്പാർട്ട്മെന്റിനും നമ്മളൊരു സബ് സിസ്റ്റം ആയിട്ടാണ് കണക്കാക്കുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. കണ്ടിജൻസി അപ്രോച്ച് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് നമുക്ക് എല്ലാത്തിനും ഒരു ബെസ്റ്റ് ഫോർമുല അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്നുള്ളതില്ല. ഏറ്റവും നല്ല സൊല്യൂഷൻസ് എങ്ങനെയാ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഏത് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണോ നമ്മൾ സൊല്യൂഷൻസ് എടുക്കുന്നത് അതാണ് നമ്മുടെ ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തില്ല, ഒരു സിംഗിൾ ആയിട്ടുള്ള മെത്തേഡ് ഇല്ല. ഒരു മാനേജറൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് ഇല്ല. അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ കണ്ടിജൻസി അപ്രോച്ചിനകത്ത് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ കണ്ടിജൻസി അപ്രോച്ച് എന്ന് പറയുന്നത്. കണ്ടിജൻസി അപ്രോച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കുറച്ച് ബിഹേവിയറൽ സയൻസ് അപ്രോച്ചിനെ കുറിച്ചിട്ട് നിങ്ങളുടെ സിലബസിൽ പറയുന്നുണ്ട്. ആ ബിഹേവിയറൽ സയൻസ് അപ്രോച്ച് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ് ഒന്ന് എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹെറാർക്കി തിയറി, ഒന്ന് ഇമ്മെച്യൂരിറ്റി ആൻഡ് മെച്യൂരിറ്റി മോട്ടിവേഷണൽ തിയറി, പിന്നെ MC ഗ്രിഗറിയുടെ തിയറി എക്സ് ആൻഡ് തിയറി വൈ, ലിക്കേർട്ടിന്റെ 4 സിസ്റ്റം ഓഫ് മാനേജ്മെന്റ്. ഇത് നമ്മുടെ 4 ബിഹേവിയറൽ സയൻസ് അപ്രോച്ചുകളാണ്. അപ്പൊ അതിൽ എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹെറാർക്കി തിയറി നമ്മൾ ഇനി മോട്ടിവേഷൻ എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് നമ്മൾ പഠിക്കും. ഇമ്മെച്യൂരിറ്റി ആൻഡ് മെച്യൂരിറ്റി മോട്ടിവേഷണൽ തിയറി എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് ക്രിസ് ആർഗ്രിസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിന്റെ ഫാദർ എന്ന് പറയുന്നത് ക്രിസ് ആർഗ്രിസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 2 ഓർഗനൈസേഷണൽ സെറ്റപ്പുകൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ബ്യൂറോക്രാറ്റിക്, ഒന്ന് ഹ്യൂമാനിസ്റ്റിക്. അപ്പൊ ഇതിൽ ബ്യൂറോക്രാറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനായിരിക്കും, വർക്കിനായിരിക്കും. അതായത് നമ്മൾ അവിടെ ഫ്രീ എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ് അനുവദിക്കുന്നില്ല. എംപ്ലോയീസിന് വർക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണ് ബ്യൂറോക്രാറ്റിക് എന്ന് പറയുന്നത്. ഹ്യൂമാനിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻ റിലേഷൻസ് ഒക്കെ കൊണ്ടുവരണം. പീപ്പിൾ തമ്മിൽ നല്ലൊരു എൻകറേജ്, അവരുടെ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് എൻകറേജ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യുന്നതാണ് ബ്യൂറോക്രാറ്റിക് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ഈ ഒരു മെച്യൂരിറ്റി മോട്ടിവേഷണൽ തിയറിയുടെ അകത്ത് എന്ത് ചെയ്തിട്ടുള്ളത് ക്രിസ് ആർഗ്രിസ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലിക്കേർട്ടിന്റെ 4 സിസ്റ്റം പറയുന്നുണ്ട്. റെൻസിസ് ലിക്കേർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ലിക്കേർട്ടിന്റെ 4 സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിലെ 4 സിസ്റ്റം എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ് ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഫിയറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എംപ്ലോയീസിനെ കൊണ്ട് പണിയെടുപ്പിച്ച് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ് എന്ന് പറയുന്നത്. ബെനാവോലന്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ടിവിറ്റി എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് റിവാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബെനാവോലന്റ് അതോറിറ്റേറ്റീവ് എന്ന് പറയുന്നത്. കൺസൾട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡർ എന്ത് ചെയ്യും, സബോർഡിനേറ്റിനെ ലിസൺ ചെയ്യും. അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കൺസൾട്ടേറ്റീവ് എന്ന് പറയുന്നത്. പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട്, അതായത് നമ്മളെ എംപ്ലോയീസിനെ കൂടെ എൻകറേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് നമ്മൾ അവരെ കൂടെ എൻകറേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ റെൻസിസ് ലിക്കേർട്ട് കൊണ്ടുവന്നിട്ടുള്ള 4 സിസ്റ്റം എന്ന് പറയുന്നത്. എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ്, ബെനാവോലന്റ് അതോറിറ്റേറ്റീവ്, കൺസൾട്ടേറ്റീവ്, അതേപോലെ തന്നെ പാർട്ടിസിപ്പേറ്റീവ്. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി എന്താണെന്നുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്ലാസിക്കൽ അപ്രോച്ച്, നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, അതേപോലെ തന്നെ മോഡേൺ അപ്രോച്ച്, ആ 3 കാര്യങ്ങളാണ് നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്യേണ്ടത്, നോട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് അഥവാ 2 മാർക്ക് എങ്ങാനും ചോദിച്ചാലോ എന്നുള്ള രീതിക്കാണ് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. നമ്മൾ ആ ഒരു സബ്ജക്റ്റിന്റെ പേര് പോലെ തന്നെ ഹെൻറി ഫയോൾ കൊണ്ടുവന്നിട്ടുള്ള 14 പ്രിൻസിപ്പിൾസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എല്ലാവരും നോക്കി പോവുക. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ BBA കാരോട് ചോദിച്ചത് സയന്റിഫിക് മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ നിങ്ങൾ BCom-കാരോട് ചിലപ്പോൾ എന്ത് ചോദിക്കാം, മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ചോദിക്കാം. അപ്പൊ ഹെൻറി ഫയോൾ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു 14 പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഹെൻറി ഫയോൾ ആണ്. അപ്പൊ അതിൽ 14 പ്രിൻസിപ്പിൾസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കണം.
നോക്കാം. ഒന്നാമത്തത് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. ഓരോ പ്രിൻസിപ്പിളിനെ കുറിച്ചും ജസ്റ്റ് ഞാൻ പറഞ്ഞങ്ങനെ പോവാട്ടോ. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന പണി ഒരാൾ ചെയ്യാതെ എന്ത് ചെയ്യുക, ഓരോരുത്തർക്ക് അതിനെ വീതിച്ചു കൊടുത്തുകൊണ്ട് ഓരോ ഭാഗം ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ പണി ചെയ്യിപ്പിക്കുക. അതിനെയാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അതോറിറ്റി, രണ്ടാമത്തത് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളോട് നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ള പറയാനുള്ള നമ്മുടെ ആ ഒരു റൈറ്റ്, അതിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. ആ പറയുന്ന കാര്യം ചെയ്തു കൊടുക്കാനുള്ള ഒരു ഒബ്ലിഗേഷൻ, കടമ, അതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനകത്ത് കൃത്യമായിട്ട് എന്ത് വേണം, ഡിസിപ്ലിൻ വേണം. അതിപ്പോ ഒബീഡിയൻസ് ആണെന്നുണ്ടെങ്കിലും അപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും സുപ്പീരിയേഴ്സിനോടുള്ള റെസ്പെക്ട് ആണെന്നുണ്ടെങ്കിലും ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും എന്ത് വേണം, ഒരു ഓർഗനൈസേഷനകത്ത് ഡിസിപ്ലിൻ വേണം എന്നുള്ളതാണ്. പിന്നെ വരുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എംപ്ലോയിയുടെ അടുത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യുക, ഓർഡേഴ്സ് നമ്മൾ റിസീവ് ചെയ്യുക. എല്ലാവരും പറയണതും കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. നമ്മൾ ആരോട് റിപ്പോർട്ട് ചെയ്യണം നമുക്ക് അറിയാതെയാവും. അപ്പോൾ എല്ലാ എംപ്ലോയീസും എന്ത് ചെയ്യുക, അവർ ഒരൊറ്റ സുപ്പീരിയറോട് മാത്രം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് കമാൻഡിനകത്ത് പറയുന്നത്. പിന്നീട് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ്. അത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള ആക്ടിവിറ്റീസിന് ഒരൊറ്റ ഹെഡും ഒരൊറ്റ പ്ലാനേ പറ്റുള്ളൂ. ഒരുപാട് ഹെഡുകളും ഒരുപാട് പ്ലാനുകളും ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഓരോ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും സെയിം ഒബ്ജക്റ്റീവ്സ് വരുന്ന എല്ലാ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും ഒരു ഹെഡും ഒരു പ്ലാനും മാത്രം ഉണ്ടാവുക. പിന്നെ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ടു ജനറൽ ഇൻട്രസ്റ്റ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനകത്തേക്ക് വരുന്ന സമയത്ത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിന് എന്ത് ചെയ്യുക, ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനെ ജനറൽ ഇൻട്രസ്റ്റുമായിട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ടു ജനറൽ ഇൻട്രസ്റ്റിനകത്ത് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് റെമ്യൂണറേഷൻ ഓഫ് പേഴ്സണൽ ആണ്. അതായത് ചെയ്യുന്ന പണിക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സാലറി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ സെൻട്രലൈസേഷൻ, ഒരു ഓർഗനൈസേഷനകത്ത് ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ടായിരിക്കണം. എല്ലാ അധികാരങ്ങളും ഉള്ള ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനകത്ത് നിർബന്ധമാണ്. പിന്നെ സ്കാലാർ ചെയിൻ ആണ്. സ്കാലാർ ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഹയസ്റ്റ് സുപ്പീരിയറിൽ നിന്ന് തുടങ്ങിയിട്ട് ലോവസ്റ്റ് സബോർഡിനേറ്റിലേക്ക് എത്തി നിൽക്കുന്ന ആ ഒരു അധികാരത്തിന്റെ ആ ഒരു ചെയിനെയാണ് നമ്മൾ സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഓർഡർ ആണ്. ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ വേണം. അതിപ്പോൾ മനുഷ്യന്മാർക്കാണെന്നുണ്ടെങ്കിലും മെറ്റീരിയലിനാണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഓർഡർ നമ്മുടെ ഓർഗനൈസേഷനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ ഇക്വിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. എല്ലാവരെയും എന്ത് ചെയ്യുക, തുല്യരായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ സ്റ്റെബിലിറ്റി ആണ്. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷനകത്ത് എംപ്ലോയീസ് ലോങ് റണ്ണിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എപ്പോഴും പോകുമ്പോൾ അവർക്ക് അടുത്ത ഓർഗനൈസേഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് അതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവാതിരിക്കുക. പിന്നെ ഇനീഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഓർഗനൈസേഷനകത്ത് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ഒരു കെയർ എടുത്തിട്ട് നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ 14th പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എസ്പിരിറ്റ് ഡീക്രോപ്സ് ആണ്. എസ്പിരിറ്റ് ഡീക്രോപ്സ് എന്ന് പറയുമ്പോൾ ഐക്യമത്യം മഹാബലം എന്ന് പറയും മലയാളത്തിൽ. അതായത് നമ്മൾ ഒരു ടീം വർക്കിന് ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് 14 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, നമുക്കിവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ 14 പ്രിൻസിപ്പിൾസ് ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലെ?